നമസ്കാരം. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ നടത്തിയ പോലീസ് നീക്കവും വിവാദത്തിലേക്ക്. ശബരിമലയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന സൂചനകളാണ് ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ സന്നിധാനത്ത് പ്രധാന ചുമതലയിൽ നിയമിച്ചതാണ് വിവാദമായി മാറുന്നത്. അടൂർ ക്യാമ്പിലെ SI R കൃഷ്ണകുമാറിനെയാണ് സന്നിധാനത്തെ പോലീസ് കൺട്രോളറായി നിയമിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് സമഗ്ര റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കവെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ പോലീസ് കൺട്രോളറായി നിയമിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷനിൽ ജോലി ചെയ്യവേ 2014 സ്വർണ്ണക്കടത്തിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. വിഷയത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിലെ പോലീസ് കൺട്രോളറെ മുന്നറിയിപ്പില്ലാതെ മാറ്റുകയായിരുന്നു. ഇത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് മേധാവിക്ക് സ്പെഷ്യൽ കമ്മീഷണർ കത്ത് നൽകി. പിന്നാലെയാണ് കൃഷ്ണകുമാറിനെ നിയമിച്ചതെന്നാണ് സൂചന. വസ്തുത മനസ്സിലാക്കി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ADGP ആയ MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയും പുറംലോകത്തെത്തിയത് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുപോയതും ഹൈക്കോടതിയെ അറിയിച്ചതും സ്പെഷ്യൽ കമ്മീഷണറാണ്. ഇതാണ് സ്വർണ്ണക്കൊള്ളയിലെ വസ്തുതകൾ പുറത്തെത്തിച്ചത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് കൺട്രോളർ നിയമനവും ചർച്ചകളിലേക്ക് വരുന്നത്. നിയമിച്ച ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് സമഗ്ര റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമല ഡ്യൂട്ടിയിലുള്ള മുഴുവൻ പോലീസുകാരെ സംബന്ധിച്ചും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ADGP S ശ്രീജിത്തിനോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 2 SI മാർക്കെതിരെ കോഫി പോസ ചുമത്താൻ 2015 CBI ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഇമിഗ്രേഷൻ SI മാരായ EV മനു, കൃഷ്ണകുമാർ എന്നിവർക്കെതിരെയായിരുന്നു നടപടി ശുപാർശ. ഇതിൽ ഉൾപ്പെട്ട ആളിനെയാണ് ശബരിമലയിൽ നിയോഗിച്ചതെന്നാണ് സൂചന. 2015 ജനുവരിയിലാണ് ഇവരുടെ സഹായത്തോടെ സ്വർണം കടത്തിയത്. 2 കിലോഗ്രാം സ്വർണം കടത്തിയതായി തെളിഞ്ഞിരുന്നു. ഇരുവരും ജനുവരിയിൽ അറസ്റ്റിലായിരുന്നു. പിന്നീട് ഈ കേസിന് എന്ത് സംഭവിച്ചെന്നത് അടക്കം ഹൈക്കോടതി പരിശോധിക്കും. മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമല സന്നിധാനത്തെ പോലീസ് കൺട്രോളറായി നിയോഗിച്ച R കൃഷ്ണകുമാറിന്റെ സർവീസ് വിവരങ്ങൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമലയിലും പമ്പയിലും പ്രധാന ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണം. 2 വർഷത്തിലധികം തുടർച്ചയായി ഇവിടെ പ്രവർത്തിച്ചവരുടെ പട്ടികയും നൽകണമെന്ന് ജസ്റ്റിസ് V രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ഹെഡ്ക്വാർട്ടേഴ്സ് ADGPയോട് നിർദ്ദേശിച്ചു. പോലീസ് കൺട്രോളറെ മാറ്റി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സ്വമേധയാ എടുത്ത ഹർജിയിലാണ് നിർദ്ദേശം. KP1 ബറ്റാലിയനിലെ SI ആണ് R കൃഷ്ണകുമാർ. ഇദ്ദേഹത്തിന് മുമ്പ് സന്നിധാനത്ത് നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ 20 വർഷം തുടർച്ചയായി അവിടെ പ്രവർത്തിച്ചിരുന്നു. ഇത്തരം സാഹചര്യം സുതാര്യതയെ ബാധിക്കുമെന്ന് കോടതി പറഞ്ഞു. ചീഫ് പോലീസ് കോർഡിനേറ്ററെ ഹർജിയിൽ കക്ഷി ചേർത്തു. വിഷയം 14 വീണ്ടും പരിഗണിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 360 കിലോ സ്വർണം കടത്തിയെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. കേസിലെ മുഖ്യപ്രതിയെ തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസ് പിടികൂടുകയും ചെയ്തു. കോഴിക്കോട് പേരാമ്പ്ര കായണ്ണ ബസാർ കാക്കാട്ടുമൽ വീട്ടിൽ കുഞ്ഞായൻകുട്ടിയെ പിടികൂടിയതും ഈ കേസിൽ നിർണായകമായിരുന്നു. 2014 ഒക്ടോബർ മുതൽ 2015 ജനുവരി വരെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയായിരുന്നു ഇത്രയും സ്വർണം കടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരായ മനു, കൃഷ്ണകുമാർ എന്നിവരും മറ്റു പ്രതികളായ മുഹമ്മദ് റഷീദ്, ഷാജഹാൻ, ഇജാസ് അബ്ദുള്ള എന്നിവരും അറസ്റ്റിലായിരുന്നു. ഒളിവിലായിരുന്ന കുഞ്ഞായൻകുട്ടിയെ പിടികൂടാൻ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. കാരിയർമാരായ യാത്രക്കാർ കൊണ്ടുവരുന്ന സ്വർണം വിമാനത്താവളത്തിലെ ടോയ്ലറ്റിൽ ഒളിപ്പിക്കുകയും സംഘത്തിൽപ്പെട്ട ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അത് പുറത്തെത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. ആസൂത്രിതമായി നടത്തിവരുന്ന സ്വർണ്ണക്കടത്ത് CBI അന്വേഷിച്ചിരുന്നു. പിന്നീട് അന്ന് കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ A പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഷാഡോ പോലീസ് സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. ഷാഡോ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞാൻകുട്ടി കോഴിക്കോട് പോക്കുന്ന് കോന്തനാരയിൽ നിന്ന് പിടിയിലായത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷം വേഷവും രൂപവും മാറി ഇയാൾ മുംബൈ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. ഈ കേസ് അന്വേഷണം പിന്നീട് CBIയും ഏറ്റെടുത്തിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് പുറത്തു വരുമ്പോൾ അത് കണ്ടുപിടിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന വാദമാണ് പ്രസിഡന്റ് PS പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നത്. തന്റെ കാലത്ത് എല്ലാം കൃത്യമാണെന്ന് പറയുന്നു. എന്നാൽ ഇത് തീർത്തും തെറ്റാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറായി R ജയകൃഷ്ണനെ കേരള ഹൈക്കോടതി നിയമിച്ചത് 2024 2 വർഷത്തേക്കായിരുന്നു ഈ സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചത്. അന്ന് പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന കൊല്ലം കൊട്ടാരക്കരയിലെ പ്രത്യേക കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു R ജയകൃഷ്ണൻ. ശബരിമല ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രധാന ചുമതല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമപരമായ മേൽനോട്ടം ഉറപ്പാക്കുക, കണ്ടെത്തുന്ന പ്രശ്നങ്ങളും ആവശ്യമായ ശുപാർശകളും ഹൈക്കോടതിക്ക് റിപ്പോർട്ടുകളായി സമർപ്പിക്കുക എന്നിവയും ചുമതലയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിലും നിയമപ്രകാരമുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിലും സ്പെഷ്യൽ കമ്മീഷണർക്ക് നിർണായക പങ്കുണ്ട്. മുൻകാലങ്ങളിലും ഈ പദവിയിലിരുന്നവർ ക്ഷേത്രത്തിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്.